മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് ദീപികയിൽ എഡിറ്റോറിയൽ. പ്രധാനമന്ത്രി ഇടപെട്ടിരുന്നെങ്കിൽ അക്രമങ്ങളുടെ തീവ്രത കുറയ്ക്കാമായിരുന്നുവെന്നും കലാപം തുടങ്ങി ഇതുവരെ മണിപ്പൂരിൽ എത്തിയില്ല എന്നും വിമർശനം. സംസ്ഥാന സർക്കാരിനെതിരെ യാതൊരു നടപടിയും എടുത്തില്ല. ഇന്ത്യ തെരഞ്ഞെടുപ്പ് ആരവത്തിലാകുമ്പോഴും മണിപ്പൂർ ഭയത്തിന്റെ പിടിയിലാണ്. മണിപ്പൂരിനെ രക്ഷിച്ചുവെന്നാണോ അസം ട്രിബ്യൂണൽ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതെന്നും എഡിറ്റോറിയൽ വിമർശിക്കുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, എഡിറ്റോറിയലിന്റെ ഉള്ളടക്കം എങ്ങനെ? ടോബി, പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ടാണ്, കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയൽ തന്നെയാണ് ദീപിക ദിനപത്രത്തിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, കവർ സ്റ്റോറിയുമായി, കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് സജീവമായി നടക്കുന്ന സാഹചര്യത്തിലാണ് ദീപിക പത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നത്. മണിപ്പൂർ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഇടപെടലുകളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ്, ഒരു എഡിറ്റോറിയലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടുകയായിരുന്നു, ആദ്യം തന്നെ ഇടപെടുകയായിരുന്നുവെങ്കിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കില്ല എന്നുള്ളൊരു നിലപാടില്ല. പക്ഷേ അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഈ മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമായും കൃത്യമായൊരു ഇടപെടൽ നടത്തണമായിരുന്നു. ഈ ഒരു അസം ട്രൈബ്യൂണൽ പത്രത്തിന് നൽകിയിരിക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നതൊന്നും തന്നെ ശരിയല്ല എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ജനങ്ങൾ അവിടെ ഭയപ്പെട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇന്ത്യ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോഴും മണിപ്പൂരിലെ ജനങ്ങൾ ഇപ്പോഴും ഭയത്തോടെയാണ് അവിടെ ജീവിക്കുന്നത്. പ്രചാരണ രംഗത്ത് പ്രമുഖ നേതാക്കൾ ആരും തന്നെ, പാർട്ടികളുടെ നേതാക്കൾ ആരും തന്നെ ഇവിടേക്ക് ചെല്ലാനോ പ്രചാരണം നടത്താനോ തയ്യാറാകുന്നില്ല. അതിനുള്ളൊരു കാരണം ഭയമാണ്. ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് വിവിധ ചർച്ചകൾ വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ മണിപ്പൂർ വിഷയവും സജീവ ചർച്ചയായി മാറുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ലേഖനം എഡിറ്റോറിയൽ ദീപിക പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.